എനിക്ക് മനസ്സിൽ നല്ല പാട്ടുണ്ട്, പക്ഷെ പാടാൻ കഴിയില്ലെങ്കിൽ തീർന്നില്ലേ. മനസ്സിൽ നല്ല പാട്ടുണ്ട്, പക്ഷേ എനിക്ക് ശബ്ദം പുറത്തു വരുന്നില്ല, തീർന്നു. എൻ്റെ മനസ്സിലുള്ള ശരിയെന്തെന്ന് വഴിയെന്തെന്ന് മറ്റുള്ളവരെ കാട്ടിക്കൊടുക്കണം. പല പഞ്ചായത്തുകളിലും പ്രസിഡന്റ് തീരുമാനിക്കുന്നു, മറ്റുള്ളവരൊന്നും അറിയില്ല. എൻ്റെ പഞ്ചായത്തിലൊരു യോഗം വിളിച്ചു, പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു യോഗം വിളിച്ചു. 3 മണിക്ക് വിളിച്ച യോഗത്തിൽ എല്ലാവരും വന്നു. വൈസ് പ്രസിഡന്റ് വന്നു, മെമ്പർമാർ വന്നു, മുൻ പ്രസിഡന്റ് വന്നു, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വന്നു. 4 മണിയായിട്ട് പ്രസിഡന്റിനെ കാണുന്നില്ല. അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചപ്പോൾ പരിധിക്ക് പുറത്ത്. 4 മണിയായിട്ട് പ്രസിഡന്റിനെ കിട്ടാഞ്ഞപ്പോൾ മുൻ പ്രസിഡന്റ് പറഞ്ഞു, ഏതായാലും വൈസ് പ്രസിഡന്റ് വന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ യോഗം തുടങ്ങുക, നമുക്ക് പ്രസിഡന്റ് വന്നാൽ പറയാം. അപ്പോൾ വൈസ് പ്രസിഡന്റ് പറയാ, അതിന് ഈ യോഗം വിളിച്ച് എന്തിനാന്ന് എനിക്കറിയില്ല. എല്ലാം പ്രസിഡന്റിനറിയാം അല്ലേ? ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. ഷോസ് ദി വേ. തൻ്റെ ഐഡിയ എന്തെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പിന് ഫലപ്രദമായ കമ്മ്യൂണിക്കേഷൻ കഴിയണം. എന്താണ് ഈ കമ്മ്യൂണിക്കേഷൻ? പക്ഷെ കമ്മ്യൂണിക്കേഷനെ പറ്റി പലരും വിചാരിച്ചത് റേഡിയോ പോലെയാണ്. റേഡിയോൻ്റെ പ്രത്യേകത ഇങ്ങോട്ട് കേൾക്കുക എന്നല്ലാണ്ട് അങ്ങോട്ട് പറയാൻ പറ്റില്ലല്ലോ. ഒറ്റ പറച്ചിൽ നേരിട്ടങ്ങ് പറയും, അങ്ങോട്ട് പറയുന്നത് കേൾക്കൂടാ. ലീഡർഷിപ്പിൻ്റെ കമ്മ്യൂണിക്കേഷനിൽ പ്രധാനമായിട്ട് മോണോലോഗായി വരുന്നത് ഡയലോഗാവണം. എന്താ ഈ മോണോലോഗും ഡയലോഗും തമ്മിൽ വ്യത്യാസം? മോണോപോളി കുത്തക, മോണോ ആക്ട്, ഒരാൾ മറ്റു പലരുടെയും ഭാഗം. മോണോ, ഒറ്റക്കൊരാൾ അഭിനയിക്കുന്നതിനാണെന്ന് പറയാ മോണോ ആക്ട്. മോണോലോഗ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു, ഇത് മോണോലോഗാ. എന്നാൽ ഞാൻ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞെങ്കിൽ അത് ഡയലോഗാവും. ഡൈ എന്ന് പറഞ്ഞാൽ 2 ഡയലോഗ്. അങ്ങോട്ട് പറയുകയും വേണം, ഇങ്ങോട്ട് കേൾക്കുകയും വേണം. അതിനൊരു അനുപാതമുണ്ട്, അറിയാവോ? അതിനൊരു റേഷ്യോ ഉണ്ട്. എത്രയാണ്? 1:2. അതാരാ ഉണ്ടാക്കിയത്? പറയുന്നതിനും കേൾക്കുന്നതിൻ്റെയും അനുപാതം 1:2 ആണ്. ഇതുണ്ടാക്കിയത് മനുഷ്യരല്ല, പ്രകൃതിയാണ്. കാരണം പറയാനുള്ള നാവത്രയാ 1, കേൾക്കാനുള്ള കാതത്രയാ 2. അപ്പൊ പറയുന്നതിൻ്റെ ഇരട്ടി കേൾക്കണ്ടേ? കേൾക്കണം. കേൾക്കാൻ തയ്യാറാവുക എന്നതാണ് ലീഡർഷിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. പറഞ്ഞാൽ മാത്രം പോരാ, കേൾക്കാനും തയ്യാറാവണം. പിടികിട്ടിയോ? പറഞ്ഞാൽ മാത്രം പോരാ, കേൾക്കാനും തയ്യാറാവണം. ആ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ പൊതുയോഗത്തിൽ മാത്രം സംസാരിച്ച പോരാ, യോഗത്തിൽ മാത്രം സംസാരിച്ച പോരാ, വീട്ടിൽ മാത്രം സംസാരിച്ച പോരാ, നാട്ടിൽ മനുഷ്യരോടെല്ലാം സംസാരിക്കാൻ തയ്യാറാവണം. അതിന് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റനാവണം. എങ്ങനെയാ സോഫ്റ്റനാവുക? കഠോരമായി സംസാരിക്കാതെ വളരെ മൃദുലമായി പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്. സോഫ്റ്റനാവാൻ എന്താ മാർഗം? സോഫ്റ്റൻ്റെ സ്പെല്ലിങ് പറഞ്ഞു ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ മതി. SOFTEN. എന്താണ് സോഫ്റ്റൻ? എസ് എന്ന് പറഞ്ഞാൽ പുഞ്ചിരി എന്നാണ്. സ്മൈൽ. ഈ പുഞ്ചിരി എന്തിനാ കണ്ടുപിടിച്ചത്? പൊട്ടിച്ചിരി കണ്ടുപിടിച്ചത് വില്ലന്മാർക്കും വച്ചിരിക്കാം അല്ലേ? ഏറ്റവും കൂടുതൽ പൊട്ടിച്ചിരിക്കുന്ന വില്ലന്മാരല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ബാലൻ കെ നായരുടെ ചിരി, ജോസ് പ്രകാശിൻ്റെ ചിരി, ഷോലെ സിനിമയിലെ അംജദ് ഖാൻ്റെ ചിരിയാണ് ഏറ്റവും ഭയങ്കര പൊട്ടിച്ചിരി അല്ലേ? അതിലും വലിയൊരു വില്ലൻ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ പുഞ്ചിരിയോ? പുഞ്ചിരി എന്ന് പറയുന്നത് ഒരു പൂവ് വിരിയും പോലെ ഉള്ളിൽ നിന്ന് ഹൃദയം പുഷ്പിക്കുന്നതാണ് പുഞ്ചിരി. കുഞ്ഞുങ്ങളുടെ പുഞ്ചിരിയും പൂക്കളും പ്രഭാതവുമാണ്. കുഞ്ഞുങ്ങളുടെ പുഞ്ചിരിയും പൂക്കളും പ്രഭാതവുമാണ് ഭൂമിദേവിയുടെ ആഭരണങ്ങൾ എന്ന് പറയുന്ന ഒരു പാട്ട് കേട്ടിട്ടില്ലേ നിങ്ങൾ? പിഞ്ചു ഹൃദയം ദേവാലയം, മണിക്കൊഞ്ചലാ കോവിൽ മണിനാദം, പുലരിയും പൂവും പൈതലിൻ ചിരിയും ഭൂമിദേവി തന്നാഭരണങ്ങൾ. അല്ലേ? പുഞ്ചിരിക്കാൻ പഠിക്കുമോ? മസിൽ പിടിച്ച് നിൽക്കുകയാണ്. മസിൽ പിടിച്ചിട്ട് ആർക്കെന്ത് നേട്ടമുണ്ട്? നമ്മൾ പലരും മസിൽ പിടിക്കുക. ഞാനിപ്പോൾ ഇവിടെ തമാശ പറഞ്ഞാലും നല്ല എന്തൊരു രസമുള്ള കാര്യം പറഞ്ഞാൽ പോലും ഇവിടെ ഇരിക്കുന്ന 4 ആൾ ഒരു വിധത്തിലും മുഖത്തൊരു ഭാവവും വരുത്തുന്നില്ല. അവർക്ക് ആയുസ് വളരെ കുറവായിരിക്കും. ആ 4 ആൾക്ക് അതാരാന്ന് അവർ സ്വയം മനസ്സിലാക്കിയാൽ മതി.
എന്ത് പറഞ്ഞിട്ടും പണ്ട് ഈ ബോഡോഫാണിൻ്റെ മുന്നിൽ ഒരു ഹച്ച് എന്ന് പറഞ്ഞൊരു ഫോണില്ല, ഹച്ച്, അതിൻ്റെ ഒരു പട്ടീനെ കണ്ടിട്ടില്ലേ? അതാണ്. എന്ത് കാര്യം? ഒക്ടോബർ 1 പ്രത്യേകത അറിയാമോ? ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ഒക്ടോബർ 1 പ്രത്യേകത എന്താ? വയോജന ദിനമാണ് ഒക്ടോബർ 1. വയോജന ദിനത്തിൽ എൻ്റെ നാട്ടിൽ നിന്ന് മാഷ് ക്ലാസ് എടുക്കുക. കുട്ടികൾക്ക് വയോജനങ്ങളെ സ്നേഹിക്കണം, സഹായിക്കണം, പരിഗണിക്കണം എന്നൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഒരു പയ്യനൊരു സംശയം, മാഷേ അല്ല, ഇയാൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം, ഉദാഹരണം പറഞ്ഞു കൊടുത്തു. പഴുത്ത പ്ലാവിൽ വീഴുമ്പോൾ പച്ചപ്ലാവിൽ ചിരിക്കും. പക്ഷെ പച്ചപ്ലാവിൽ ഒരു കാര്യം ഓർക്കണം, നീയും ഒരു കാലം പഴുത്ത് വീഴും എന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടിയൊരു സംശയം, മാഷേ ഈ പഴുത്ത പ്ലാവിലെ വീഴുമ്പോൾ പച്ചപ്ലാവിലെ ചിരിക്കാണ്ടെന്നാ പഴുക്കാണ്ടിരിക്കുമോ? എന്തായാലും പഴുക്കൂലേ, പിന്നെ ചിരിക്കുന്നല്ലേ നല്ലത്. മനസ്സിലായോ? ചിരി കൃത്രിമ ചിരിയല്ല, പുഞ്ചിരി, സ്മൈൽ. അത് നിങ്ങൾ ലീഡർഷിപ്പിന് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയും അമ്മമാരും, നമ്മുടെ വീട്ടിലെ കുട്ടികൾ വഷളാവാനുള്ള പ്രധാനപ്പെട്ട കാരണം ചിരിക്കുന്ന അച്ഛനും അമ്മയും ഇല്ല എന്നാണ്. നല്ല മാർക്കും വാങ്ങി വന്ന മകനെ കണ്ടിട്ട് ഇനി എടിയാടോ ചേരുന്നു ചോദിക്കുന്ന രക്ഷിതാക്കളാണ് ഭൂരിപക്ഷം. അല്ലാതെ നന്നായിടാന്ന് പറഞ്ഞിട്ട് ഒന്ന് ചിരിച്ചിട്ട് കെട്ടിപ്പിടിക്കാൻ അറിയില്ല. ഒരു പുഞ്ചിരി വരുത്തണ്ടേ? വീട്ടിൽ കയറി വരുമ്പോൾ നിങ്ങൾ മൊബൈൽ ഫോണിൽ പിടിച്ചു നോക്കുക. നിങ്ങൾ വീട്ടിൽ കയറി വരുമ്പോൾ നിങ്ങളുടെ മുഖം എന്താ? ഭയങ്കര എന്തോ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ പോലെ. ഒന്ന് ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി വന്നാൽ എന്താ? കുട്ടികൾ അച്ഛൻ വരുമ്പോൾ അമ്മ അച്ഛനെ പ്രതിപക്ഷ നേതാവാക്കി വെച്ചിട്ടുണ്ടാവും. അച്ഛൻ വരട്ടെ കാര്യം പറയാം. അപ്പം അച്ഛൻ വരട്ടെ എന്ന് പറയുമ്പോൾ അച്ഛനൊരു ഭീകര ജന്തുവാക്കി. അച്ഛൻ വീട്ടിൽ വരുമ്പോൾ കുട്ടിയൊക്കെ അച്ഛൻ വരുന്നുണ്ട് എന്ന സന്തോഷാവുണ്ട്. അല്ലാതെ അച്ഛൻ വരട്ടെ എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ വന്ന് കയറുമ്പോൾ പറയരുത്, പിന്നെ പറയാവൂ. അതുകൊണ്ട് സ്മൈൽ കമ്മ്യൂണിക്കേഷനിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം പുഞ്ചിരിക്കുക എന്നതാണ്. രണ്ടാമത്തത് ഓപ്പൺ ഹേർട്ട് എന്നാണ്. ഹൃദയം തുറക്കുക. ഓപ്പൺ ഹേർട്ട്. ഹൃദയം തുറന്ന് വർത്തമാനം പറയണം. ഹൃദയം തുറക്കുമ്പോൾ ഉണ്ടാവുള്ള ഗുണം, നമ്മുടെ ഹൃദയം തുറന്നാലേ അവരുടെ ഹൃദയം തുറക്കൂ. അവരുടെ ഹൃദയം നമ്മളിലേക്ക് കയറണമെങ്കിൽ നമ്മുടെ ഹൃദയം അവരിലേക്ക് കയറണ്ടേ? അവരുടെ ഹൃദയത്തെ അവരിലേക്ക് കയറണമെങ്കിൽ അവർ തുറക്കണമെങ്കിൽ നമ്മളും തുറക്കണം. പ്രചോദിത വികാരങ്ങൾ എന്ന് പറയുന്നത് പ്രചോദിത കമ്പനമാണ്. പ്രചോദിത കമ്പനം. ഒരാൾ തമാശ പറയുമ്പോൾ എല്ലാവർക്കും തമാശ പറയാൻ തോന്നും, അല്ലേ? തമാശ എന്ന് പറഞ്ഞ് കൂടിയിരിക്കുമ്പോൾ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞാൽ അതുപോലത്തെ ഒരു കഥ എനിക്കുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ പറയല്ലോ. പാമ്പിനെ കണ്ട കഥ പറയും പോലെ ഓരോ ആക്കും പാമ്പിനെ കണ്ട ഓരോ കഥ പറയാനുണ്ടോ? പ്രചോദിത കമ്പനമാണ്. ഒരാൾ മൂത്രമൊഴിക്കാൻ പോയാൽ എല്ലാവരും ഒഴിക്കാൻ പോകുന്നില്ലേ? അത് പ്രചോദിത കമ്പനമാണ്. ഒരാൾ കരയുമ്പോൾ കൂടെ കിടന്നാൾ കരയുന്ന നാട്ടില്ലേ? കൂട്ടുവായിടുമ്പോൾ എല്ലാവരും കൂട്ടുവായിടും. കരയുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു മരണപ്പെട്ട വീട്ടിൽ 5 ട്രിപ്പ് കരയും സ്ത്രീകൾ. ആദ്യം മരിച്ച ഉടനെ കരഞ്ഞു, പിന്നെ സമാധാനമായി ഇരിക്കുമ്പോൾ അനിയത്തി വന്ന് അവൾ കരയുമ്പോൾ കൂടെ കരഞ്ഞു കൊടുക്കൂലേ? പ്രചോദിത കമ്പനം. അതുപോലെയാണ് ഹൃദയം തുറക്കുമ്പോൾ അവരും തുറക്കും. ഹൃദയം തുറന്ന് വർത്തമാനം. നമ്മുടെ കമ്മിറ്റികളിലെല്ലാം യോഗത്തിനെല്ലാം വരുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മുടെ നാട്ടിലെ പല രാഷ്ട്രീയ പാർട്ടിൻ്റെ എന്തിൻ്റെ യോഗത്തിൽ വന്നാലും എന്തോ പ്രതികാരം തീർക്കാൻ വരുന്ന പോലെയാണ്. പുറത്തുനിന്ന് കണ്ടാൽ ഭയങ്കര സ്നേഹമായിരിക്കും, അതിൻ്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ കീരി മൂർക്കനാവും. എന്ത് വൃത്തികെട്ട സ്വഭാവമാണ് നമ്മുടെ എല്ലാ പാർട്ടിയിലും. അങ്ങനെയാണ്. യോഗത്തിൽ വെച്ചിട്ട് കണക്ക് തീർക്കുക. നിങ്ങൾക്ക് വിമർശനമുണ്ടെങ്കിൽ ലീഡർഷിപ്പ് വേണ്ടത് വിമർശനങ്ങൾ രഹസ്യമായിട്ട് വിമർശിക്കുക, പരസ്യമായി പുകഴ്ത്തുക. ഇപ്പം നേരെ തലതിരിച്ചിട്ടാണ്. രഹസ്യമായിട്ട് ഭയങ്കര സംസാരവും ചിരിയായിരിക്കും, പക്ഷേ കമ്മിറ്റിയിലെത്തിയാൽ തുടങ്ങും. അങ്ങനെ പരസ്യമായി വിമർശിച്ചാൽ ഈ വിമർശനം കേൾക്കുന്നവൻ അത് ഉൾക്കൊള്ളുന്നതിന് പകരം എന്താ ചെയ്യാന്നറിയോ? അത് ഉൾക്കൊള്ളുകയല്ല ചെയ്യുക, ഇതിനെന്താ മറുപടി പറയേണ്ടതെന്ന് ആലോചിക്കും. എന്നിട്ടോ മറുപടി കിട്ടുന്നില്ലെങ്കിൽ ഈ പറഞ്ഞോൻ്റെ തകരാറ് കണ്ടെത്തിയിട്ട് മറുപടി പറയും. ഇതാണ്. അതേസമയം സ്വകാര്യം വിളിച്ചിട്ട്, ഹേയ് സെബാസ്റ്റ്യൻ സാറേ, നിങ്ങളത് അന്ന് ചെയ്ത് ശരിയായില്ല കേട്ടോ,
ഏതായാലും ഞാൻ യോഗത്തിലൊന്നും പറയുന്നില്ല, എന്തായാലും നിങ്ങളതൊന്ന് തിരുത്തണം. അപ്പോൾ അയാൾ പറയുമോ അത് പറ്റിപ്പോയി, അറിയാതെ അങ്ങനെ പറഞ്ഞു വയസ്സ്, എന്നാൽ യോഗത്തിൽ പറഞ്ഞു നോക്ക്, ഞാൻ ഇനിയും പറയും എന്ന് പറയും. ഹൃദയം തുറക്കാത്തതാണ് പ്രശ്നം. ലീഡർഷിപ്പ് ഹൃദയബന്ധങ്ങൾ കുറഞ്ഞു വരുന്നതാണ് ഗ്രൂപ്പ് കൂടാൻ കാരണം, പാർട്ടികൾ വളരാൻ കാരണം. ഹൃദയബന്ധങ്ങളില്ല. ഓപ്പൺ ഹേർട്ട്, മനസ്സിലായോ?